എന്നാൽ നമ്മൾ എഫേസ്യർക്ക് ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചത് ഈ വരുന്ന ആഴ്ച പെസഹ ആഴ്ചയാണെന്നും എൻ്റെ മനസ്സിൽ വന്നത്. സോ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് വെബ്സൈറ്റിൽ ഇടാമെന്ന് എനിക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തു. സോ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്കൊരു ആലോചന തന്നെ. അതുകൊണ്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനമല്ല നമ്മളിന്ന് പഠിക്കുന്നത്. ഇന്ന് ദൈവത്തിന്റെ ആത്മ വേറൊരു ദൂത് തരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെല്ലാവരും അവിടെ ഒക്കെ തൊട്ട് പറയുകയും ചെയ്തു. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ, അതായത് നാമധേയ ക്രിസ്ത്യാനികൾ ഇന്ന് പെസഹ പാം സൺഡേ, ഓശാന ഞായറാഴ്ച ആഘോഷിക്കുക അല്ലെ? ഹല്ലേലൂയ. എന്നാൽ യഹൂദന്മാരുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ അവർ പെസഹ പെരുന്നാൾ ആഘോഷിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. വളരെ ചുരുക്കം നാളുകളിലെ ഇത് രണ്ടും ഒരുമിച്ച് വരാറുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഈ വർഷം ഇത് രണ്ടും ഒരുമിച്ച് വന്നിരിക്കുക. ഹല്ലേലൂയ. എന്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. സോ പെസഹ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? പാസ് ഓവർ. പാസ് ഓവറിന്റെ അർത്ഥം എന്തുവാ? അപ്പുറത്തേക്ക് കടന്നു പോവുക, അല്ലെങ്കിൽ ക്രോസ് ഓവർ, പാസ് ഓവർ. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടാവണം. ആമേൻ. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം വായിച്ചാൽ. It is going to be so interesting today. Hallelujah. വായിച്ചാൽ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. സോ നമ്മുടെ പെസഹ കുഞ്ഞാട് ആരാ? ക്രിസ്തു. ഹല്ലേലൂയ. യേശു എന്ന ക്രിസ്തു നമ്മുടെ പെസഹ കുഞ്ഞാടായി. എന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ തുടക്കം വായിച്ചു ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിച്ചാട്ടെ. നമ്മൾ പുളിപ്പില്ലാത്തവരായി. അതിന്റെ അർത്ഥം എന്തുവാ? പുളിപ്പ് എന്തിനെ കാണിക്കുന്നു? വചനത്തിൽ പുളിപ്പ് പാപത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സോ നമ്മൾ പുളിപ്പില്ലാത്തവരായി. വായിച്ചാട്ടെ. നമ്മൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അതായത് യേശു ക്രിസ്തു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. സോ ഇന്ന് വൈകുന്നേരം യഹൂദർ പെസഹ പെരുന്നാൾ ആചരിക്കാൻ തുടങ്ങും. ഇന്നേക്ക് 7 ദിവസം, അടുത്ത ശനിയാഴ്ച വൈകുന്നേരം വരെ അവർക്ക് 7 ദിവസം അവർക്ക് പെസഹ ആചരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മളുടെ നാമധേയ ക്രിസ്ത്യൻ, നമ്മൾ എല്ലാവരും അതിൽ നിന്നാണ് വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. സോ നമ്മൾ പണ്ട് ആചരിച്ചിരുന്നത്, ഇന്ന് ഓശാന ആചരിക്കും, കുരുത്തോലൊക്കെ വീശും. ബിക്കോസ് യേശു ഈ ഞായറാഴ്ച 2000 വർഷം മുമ്പ് യേശു യെരൂശലേമിലേക്ക് കയറുന്ന ഭാഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും ആദ്യമായി അവനെ രാജാവെന്ന് അവർ അഭിസംബോധന ചെയ്തപ്പം he said, yes, I am the king. ഹല്ലേലൂയ. അതുവരെ അവൻ പറഞ്ഞിരുന്നില്ല അവൻ രാജാവാണെന്ന്. സ്തോത്രം. and he did not accept it. but അന്ന് അവൻ പറഞ്ഞു I am the king. because പരീക്ഷന്മാരെ ചോദിച്ചു, ഇവർ കിടന്ന് ആർത്ത് വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലയോ? അവൻ പറയാ, ഹല്ലേലൂയ, ഇവർ വിളിച്ചില്ലെങ്കിൽ കല്ലുകൾ ആർത്ത് വിളിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സോ യേശു എന്നെ അവരോട് പറഞ്ഞത്, ശിഷ്യന്മാരോട് പറഞ്ഞു, പെസഹ ആചരിക്കാനായിട്ട് നിങ്ങളുടെ എതിരെ കാണുന്ന ഒരു ഗ്രാമത്തിൽ പോയി ഒരു കഴുതനെ പിടിച്ചോണ്ട് വരണം. ഹല്ലേലൂയ, സ്തോത്രം. ആ കഴുതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ താഴെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. മർക്കോസ് 11:1 താഴോട്ട്. അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവുമലയ്ക്കരികെ ബെത്ഫാഗയിലും ബെഥാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട് നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി അതിൽ കടന്നാലുടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന കയറിയിട്ടില്ലാത്ത യേശുവിന് പുതിയത് മതി കേട്ടോ. യേശു സെക്കൻഡ് ഹാൻഡ് ഉപയോഗിക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൂതാത്
ഹല്ലേലൂയ. ആമേൻ. യേശു കയറിട്ടില്ലാത്ത കഴുതയുടെ മേൽ കയറി. സ്തോത്രം. ആമേൻ. വായിച്ചാട്ടെ. കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനഴിച്ചു കൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. അവർ പോയി തെരുവിൽ പുറത്ത് വാതിക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു, അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവരോട്, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ട് അവൻ അതിന്മേൽ കയറി ഇരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അനേകർ അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുൻപും പിൻപും നടക്കുന്നവർ ഹോശന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. സോ യേശു കഴുതപ്പുറത്ത് രാജാവായി എഴുന്നള്ളി വരിക. സ്തോത്രം. എന്തൊരു പദവിയാന്ന് നോക്കി. കഴുതയുടെ പുറത്ത് ഒരു രാജാവ് വരിക. സ്തോത്രം. ഏതെങ്കിലും രാജാക്കന്മാർ കയറുന്നതാണോ? കഴുതയുടെ പുറത്ത്. സ്തോത്രം. ബട്ട് ഹി ചോസ് ടു ബി ഓൺ എ ഡോങ്കി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഓരോരുത്തരും കാണിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. And he says, blessed is he who comes in the name of the Lord. Praise God. Amen. Hallelujah. വായിച്ചാട്ടെ. അതിന്റെ അടുത്ത വാക്കും കൂടെ വായിച്ച് നമുക്ക് തിരിച്ചു പോകാം. വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ഹോശാന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. സോ ഈ യെരൂശലേമിലുള്ള ആൾക്കാർ മുഴുവൻ വിചാരിച്ചു യേശു വരുന്നതിന്റെ ഉദ്ദേശം അവര് റോമിന് അടിമത്തത്തിൽ കിടക്കുന്നവരാ. സോ യേശു വന്നാൽ അവരെ വിടുവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവർ ഇവനെ രാജാവാക്കിയത്. സ്തോത്രം. പക്ഷെ ദൈവത്തിന് വേറൊരു പദ്ധതി ഉണ്ടായിരുന്നു അതിനകത്ത്. സ്തോത്രം. ഹല്ലേലൂയ. സോ യേശു രാജാവായി ഇവിടെ വന്ന് അതിന്റെ അടുത്ത വാക്യം പറയുന്നത്, ബ്ലെസ്ഡ് ഇസ് ദ കിങ്ഡം ഓഫ് അവർ ഫാദർ ഡേവിഡ് ദാറ്റ് കംസ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്, ഹോസന്ന ഇൻ ദ ഹൈയസ്റ്റ്. അങ്ങനെയാണ് യേശുവിന്റെ വരവ്. സോ പെസഹ കുഞ്ഞാടാകാനായിട്ട് അവൻ യെരൂശലേമിലേക്ക് കയറി. സ്തോത്രം. നീ യേശുവിന്റെ ജീവിതം മൊത്തത്തോടെ മാറുക. സ്തോത്രം. ഇനി നമുക്ക് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കാം. പുറപ്പാട് പുസ്തകം എക്സഡസ് ചാപ്റ്റർ 12 വേഴ്സ് 1. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തതെന്നാൽ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. യഹോവ മോശയോട് അരുളി ചെയ്യാണ് പെസഹയുടെ ഓർഡിനൻസസ് കൊടുക്കുക. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ദൂതുണ്ട് ഇവിടെ. ബെന്നി ഇവിടെ പറഞ്ഞു, ഇനി മുതൽ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് കാണണമെന്ന്. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, ഈ മാസം പുതിയ മാസമാണ്. ഹല്ലേലൂയ. ഹെബ്രായ മാസങ്ങളിൽ ഇത് നിസാനാണ്. ഹല്ലേലൂയ. ഇവിടെ തുടങ്ങുകയാണ് പുതിയ മാസം. ഇറ്റ് ഈസ് എ ന്യൂ ബിഗിനിങ്. There are going to be lots of changes. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നന്മകൾ കാണാൻ പോവാ. സ്തോത്രം. ഹല്ലേലൂയ. It is a year of new beginnings. സ്തോത്രം. വായിച്ചാട്ടെ. ഈ മാസം ഞങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി. ഈ മാസം മാസങ്ങളുടെ ആരംഭമായി. ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. നിൽക്കട്ടെ. ഹല്ലേലൂയ. ആ 10-ാം ദിവസമായിരുന്നു. ഓക്കെ. സോ ആ മാസം തുടങ്ങി 10-ാം ദിവസമായിരുന്നു. ഇന്നാണ് ആട്ടുമുട്ടി എടുക്കുന്ന ദിവസം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ടെ. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ഒരാട്ടിൻകുട്ടിയെ നിങ്ങൾ എത്ര പ്രായമുള്ള ആട്ടുകുട്ടിയെ എടുക്കണം? വായിച്ചാട്ടെ.
ഒന്നുകൂടെ ആ വാക്യം ഒന്നുകൂടെ. 5-ാം വാക്യം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ നാട്ടിലേക്ക് ഒന്ന് കടന്നു പോയിക്കേ. ഹല്ലേലൂയ. 1 വയസ്സുള്ള ആട്ടുകുട്ടി എങ്ങനെ ആയിരിക്കും നടക്കുന്നത്? തുള്ളിച്ചാടി അല്ലെ? ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും താല്പര്യം അങ്ങനെയുള്ള ആട്ടുകുട്ടിയെ കയ്യിലെടുക്കാനും താലോലിപ്പാനും ഒക്കെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഏറ്റവും ആദ്യം സന്തോഷിക്കുന്നവരായിരിക്കും കുഞ്ഞു പിള്ളേരായിരിക്കും. അവർ പെട്ടെന്ന് അതുമായിട്ട് അങ്ങ് അടുക്കാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ട് മോനെ. ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് 1 ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരാ എങ്കിൽ, ശ്രദ്ധിക്കണമേ, ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിന് അടുത്ത അയൽക്കാരനും കൂടി അതിനെടുക്കണം. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ആട്ടിൻകുട്ടി ആൾക്കാർക്ക് തികയുന്നില്ലെങ്കിൽ വേറെ ആൾക്കാരെ കൂട്ടണം എന്ന് പറഞ്ഞ്, അല്ല ആൾക്കാരെ തികയുന്നില്ലെങ്കിൽ ആട്ടുകുട്ടിയെ കൂട്ടണം എന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. എപ്പോഴും യേശു എല്ലാവർക്കും മതിയായതാണ്. സ്തോത്രം. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ അത് വായിച്ചു. ഈ ആട്ടുകുട്ടി ആരാ? പെസഹ കുഞ്ഞാടാ. ഹല്ലേലൂയ. ആ നിഴല് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇപ്പം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ. ഹല്ലേലൂയ. സോ ഇവര് പറയാണ്, ഒരു കുടുംബത്തിന് 1 ആട്ടുംകുട്ടി. എന്നാൽ ആ കുടുംബത്തിൽ എണ്ണം കുറവാണെങ്കിൽ അവർ അയൽവക്കംകാർക്കും അത് ഷെയർ ചെയ്യണം. ദൂത ജോസ്റ്റാനോട്. സ്തോത്രം. ജോസ്റ്റാൻ എഴുതിട്ട് പറഞ്ഞു, അയൽവക്കംകാർക്ക് യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കണമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ ദൂത്. സ്തോത്രം. യു ഷെയർ. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് നിങ്ങൾ ചെല്ലുന്ന ദിവസം എന്താണെന്നറിയാമോ? യേശു ഉയർത്തെഴുന്ന ദിവസം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, എന്റെ കൂടെ യേശുവാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകം അവരെ ധരിപ്പിക്കാനായിട്ട് അവര് വിചാരിക്കും ഇന്ന് യേശു ഉയർത്തെഴുന്നൊരു ദിവസമാ. വർഷത്തിലൊന്ന് അവര് യേശുവിനെ ക്രൂശിക്കും, വർഷത്തിലൊന്ന് അവരെ ഉയർപ്പിക്കുകയും ചെയ്യും. അതോടുകൂടി അവരതങ്ങ് മറന്നുപോകും. പിന്നെ അടുത്ത ദുഃഖവെള്ളിയാഴ്ച വരണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഈ പോക്ക് അവരുടെ ഹൃദയത്തിൽ യേശു എന്നേക്കുമായി കയറും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചാട്ടെ മോനെ. ഓരോരുത്തൻ തിന്നുന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും. ആട്ടിൻകുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. ഹല്ലേലൂയ. സോ ഈ 10-ാം ദിവസം അവര് ഇന്നേ ദിവസം ആട്ടിൻകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വായിച്ചാട്ടെ. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്പരിയാടോ കോലോടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. എത്ര ദിവസമായി? എത്ര ദിവസമായി? 4 ദിവസം. ഈ ഫാർമസിയില് ഞങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോഴത്തേന് ഒരു പ്രത്യേക മരുന്നുണ്ട്. ഈ ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട് ഒരു മരുന്നുണ്ട്. സോ ആൾക്കാരുടെ സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഒരു പ്രത്യേക സമയത്താണ് ഈ മരുന്ന് കൊടുക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. സോ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എഴുതും ഫ്രം ദ 5th day to the 10th day of the cycle എന്നാണ് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത്. സോ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 5 ടാബ്ലറ്റ്, 5th day to the 10th day of the tablet, but it is 6 tablets. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? 6 ടാബ്ലറ്റ് വരും. അതുപോലെ ആ കണക്കിൽ ഇവിടെ വരിക 10-ാം ദിവസം അവർ വീട്ടിൽ ആട്ടുംകുട്ടി കൊണ്ടുവന്നു. 14-ാം ദിവസം വരെ ആ ആട്ടുംകുട്ടിയെ സൂക്ഷിക്കണം. എത്ര ദിവസമായി? 5 ദിവസമായി. ഹല്ലേലൂയ. പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. 5 ദിവസം ഇവരെന്നാ ചെയ്യണം? കുഞ്ഞുങ്ങളായിട്ട് അടുത്തു. പിന്നെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഈ ആട്ടുംകുട്ടി അടുക്കാൻ തുടങ്ങി. സ്തോത്രം. ഇറ്റ് became the beloved lamb. സ്തോത്രം. ഹല്ലേലൂയ. കൂടാതെ നമ്മൾ യേശുവിന്റെ നിഴലിലേക്ക് പോവുകയാണെങ്കിൽ യേശു യെരുശലേമിലേക്ക് കയറിയ അന്ന് മുതൽ യേശുവിനെ അവർ വിധിക്കാൻ തുടങ്ങി. യേശുവിനെ അവർ എക്സാമിൻ ചെയ്യാൻ തുടങ്ങി. യു വിൽ ഫൈൻഡ് ഇറ്റ്. ഹല്ലേലൂയ. നിങ്ങളുടെ മിക്ക ഇംഗ്ലീഷ് ബൈബിളിനകത്തുണ്ട്. ഹാർമണി ഓഫ് ദ ഗോസ്പൽസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്റെ ബൈബിളിനകത്തുണ്ട്. അവിടെ പറയാണ് സൺഡേയില് ട്രയംഫൽ എൻട്രി. ഇന്നത്തെ ദിവസം യേശു കയറുക. അത് കഴിഞ്ഞിട്ട് ഫിഗ് ട്രീ കേഴ്സ് ചെയ്യുന്ന ഭാഗം സാക്രിഫൈസിനെ പറ്റി പറയുന്നു. ഫിഗ് ട്രീ വിതേർഡ് ഫിഗ് ട്രീ കാണുന്നു. പിന്നെ സൻഹെഡ്രിൻ നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ.
അവൻ ദേവാലയത്തിൽ ചെന്നു ഉപദേശിക്കുമ്പോൾ മഹോപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? അവനെ ക്രോസ് വിസ്താരം ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ ആട്ടിൻകുട്ടിയെ 10-ാം ദിവസം ഇവിടെ കൊണ്ടുവന്നാൽ ഇറ്റ് ഷുഡ് ബി വിതൗട്ട് ബ്ലെമിഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഈ 5 ദിവസം ഈ ആട്ടിൻകുട്ടിയെ അവിടെ ഇവിടെ എല്ലാം നോക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അന്നേരം മാറ്റിക്കോണം. സ്തോത്രം. ഹല്ലേലൂയ. സോ ഈ 5 ദിവസം ഇവര് അതിനെ താലോലിക്കുകയും അതിന്റെ കൂട്ടത്തിൽ ഇതിനെ എക്സാമിൻ ചെയ്തുകൊണ്ടും ഇരിക്കുക. ഹല്ലേലൂയ. യേശു ജെറുസലേമിലേക്ക് കയറി അന്ന് മുതൽ യേശുവിനെ വിധിക്കാൻ തുടങ്ങിയവര്. സ്തോത്രം. ഹല്ലേലൂയ. ആ അവസാന ദിവസം ഹല്ലേലൂയ യൂദ ഒറ്റക്കൊടുത്ത യൂദ പറയാ, ഐ ഹാവ് ബിട്രേഡ് ഇന്നസെന്റ് ബ്ലഡ്. ഹല്ലേലൂയ. ആമീൻ. അതുപോലെ തന്നെ പീലാത്തോസ് പറയാണ്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഇവരൊന്ന് മനസ്സിലാകുന്നുണ്ടോ? ആ നിഴല് അക്ഷരികമായി ഒന്നൊന്നായി പരിശുദ്ധാത്മാവ് നിവർത്തിച്ചു. സ്തോത്രം. ഇതെല്ലാം നിഴലായിരുന്നു. സ്തോത്രം. ഈ കുഞ്ഞാട് 5 ദിവസം ആ ഭവനത്തിൽ അവരുമായിട്ട് ചേർന്ന് നിന്നു. യെരൂശലേമിൽ യേശു ചേർന്ന് നിന്നു. പിന്നെ യെരൂശലേമിൽ നിന്ന് വെളി പോയില്ല യേശു. ആ യെരൂശലേമിൽ വന്നതോടെ യേശുവിനെ ക്രോസ് വിസ്താരം ചെയ്യാൻ തുടങ്ങി. അടുത്ത ഭാഗം യേശുവിനോട് സംസാരിക്കുന്നത് സീസറിന്റെ പ്രശ്നമാണ്. 22:15 വാക്യം. അനന്തരം പരീശന്മാർ ചെന്നു അവനെ വാക്കിൽ കൊടുക്കുവാൻ ആലോചിച്ചും കൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ യഹൂദരോട് കൂടെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിന് വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനാകിയ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്ത് തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു തരണമെന്ന് പറയിപ്പിച്ചു. യേശു അവരുടെ ശ്രദ്ധിക്കണമേ, കപട ഭക്തിക്കാരെയും എന്നെ പരീക്ഷിക്കുന്നത് why are you examining me? Why are you questioning me? Hallelujah. സ്തോത്രം. അവന്റെ വാക്കൽ കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചത്. സ്തോത്രം. പക്ഷെ യേശു തന്ത്രപൂർവം അതിനെ അഭിമുഖീകരിക്കുന്നു. സ്തോത്രം. And he was found guiltless again. Praise God. Hallelujah. യേശു പറയുക സീസറിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാക്കാർ അവനെ പിടിച്ചോണ്ട് പോകും. പക്ഷെ സീസറിന് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാർ പറയും അവൻ സീസറിന്റെ കൂട്ടുകാരെന്ന് പറയും. ഹല്ലേലൂയ. സോ രണ്ടിടത്തും പറ്റില്ല. അതിന് യേശു എന്നാ ചെയ്തു? രണ്ടും ചെയ്യാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ബുദ്ധിയോടും ജ്ഞാനത്തോടും കൂടെ യേശു ഓരോ കാര്യങ്ങളും ചെയ്തു അവിടെ. എന്നാൽ അതിലും എല്ലാത്തിലും ഉപരിയായി he was found guiltless. He was found faultless. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് തിരിച്ചു പോകാം. ഹല്ലേലൂയ. അവിടെ പറയുന്നു ഊനമില്ലാത്ത ആട്ടുംകുട്ടിയായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 5:21 വായിച്ചാട്ടെ. വേറൊരാൾ 1 പത്രോസ് 2:22. 1 കൊരിന്ത്യർ 5:21. 2 Corinthians 5:21. 2 Corinthians 5:21. പെട്ടെന്ന് പാപം അറിയാത്തവനെ നിൽക്കട്ടെ. ഹല്ലേലൂയ. യേശു പാപം അറിഞ്ഞിട്ടില്ല. സ്തോത്രം. 1 പത്രോസ് 2:22. വേറൊരാൾ 1 യോഹന്നാൻ 3:5. 1 പത്രോസ് 2:22. അവൻ പാപം ചെയ്തിട്ടുമില്ല. ഹല്ലേലൂയ. ആദ്യമേ നമ്മൾ വായിച്ചത് അവൻ പാപം അറിഞ്ഞിട്ടില്ല. 2 അവൻ പാപം ചെയ്തിട്ടുമില്ല. അവന്റെ വായിൽ വഞ്ചന ഒന്നും മതി. നിൽക്കട്ടെ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:5. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. സ്തോത്രം. സോ അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടുമില്ല, അവനിൽ പാപവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ കുഞ്ഞാടിന്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ അവൻ ഫിറ്റ് ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമീൻ. സോ ഈ 5 ദിവസം ഇവർ ഫുൾ എക്സാമിനിങ് നടത്തുക. ആ ഹാർമണി ഓഫ് ദ ഗോസ്പൽസ് മുഴുവൻ വായിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ആ എക്സാക്ട് പിക്ചർ കിട്ടും. ആ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അവനെ എങ്ങനെയൊക്കെ അവർ എക്സാമിൻ ചെയ്തെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. സോ
സോ ദൈവം ഒന്നൊന്നായ അവന്റെ പ്രവചനങ്ങൾ നിവർത്തിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. നമുക്ക് തിരിച്ചു വായിക്കാൻ പോലെ പുറപ്പാട് പുസ്തകം ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. സന്ധ്യാസമയത്ത്, അത് 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. ഹല്ലേലൂയ. ഇന്ന് എല്ലാവരും യേശുവിന്റെ മരണത്തെ ആചരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇറ്റ് ഇസ് എ തേഴ്സ്ഡേ. ഹല്ലേലൂയ. It is a Thursday. Hallelujah. Sunday, Monday, Tuesday, Wednesday and a Thursday. സ്തോത്രം. Hallelujah. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഓർഡിനൻസസ് കൊടുത്തിരുന്നു. പാപത്തിന് പരിഹാരമായി രാവിലെ 9 മണിക്കും വൈകുന്നേരം 3 മണിക്കും യാഗങ്ങൾ അർപ്പിക്കണം. Hallelujah. അത് എല്ലാ ദിവസവും ചെയ്തിരിക്കണം. സോ രാവിലെ 9 മണിക്ക് ഒരാടിനെ കൊല്ലും പാപത്തിന്റെ യാഗമായി. ആ ദൈവത്തിന് സൗരഭ്യവാസിയായ ദൈവത്തിന്റെ സന്നിധിയിലെത്തും. 3 മണിക്ക് വൈകുന്നേരം 3 മണിക്ക് അത് പാപത്തിന് യാഗമായി ദൈവത്തിന് സൗരഭ്യവാസിനായ ദൈവസന്നിധിയിലെത്തും. ഹല്ലേലൂയ. സ്തോത്രം. ആ വ്യാഴാഴ്ച രാവിലെ 9 മണിക്കാണ് യേശുവിനെ കാൽവറി ക്രൂശിക്കപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ നിഴല 9-ാം മണി നേരത്ത് വചനം പറയുന്നു അവനെ കാൽവറി ക്രൂശിൽ യാഗമാക്കി. സ്തോത്രം. 6 മണിക്കൂർ ശേഷം 3-ാം മണി നേരത്ത് അവൻ പറഞ്ഞു I give my spirit unto you and he laid his death. Hallelujah. സ്തോത്രം. ആമേൻ. സോ 9-ാം മണി 3-ാം മണിക്കുള്ള യാഗത്തിന്റെ പൂർണ്ണത യേശുവായിരുന്നു. ഹല്ലേലൂയ. ഈ കുഞ്ഞാടായ പെസഹ കുഞ്ഞാടായ നമുക്ക് വേണ്ടി നമ്മൾ എന്താക്കാനായിട്ടാ? പാപമില്ലാത്തവരായി. ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ പാപമില്ലാത്തവരായി ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന്റെ കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ പ്രവചനങ്ങളും അക്ഷരികമായി നിവർത്തിച്ചു കൊണ്ടുവരുവാൻ തക്കോണം യേശു അവിടെ നിന്നു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സോ ഇവിടെ വചനം പറയുന്നു ടു ബി കിൽഡ് അറ്റ് ട്വൈലൈറ്റ്, ഈവനിങ്ങിൽ കൊല്ലണമെന്ന്. സ്തോത്രം. ചരിത്രം പറയുന്നു 12-ാം മണി 12-ന്റെയും 6-ന്റെയും ഇടയ്ക്കായിട്ട് വേണം കൊല്ലാൻ. സോ ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞു ഗുഡ് ഫ്രൈഡേ എന്നാണ് എല്ലാവരും പറയുന്നത്, ബട്ട് ആക്ച്വലി ഇറ്റ്സ് എ തേഴ്സ്ഡേ. എന്തുകൊണ്ടാ? ആ സമയത്ത് അന്ന് അടുത്ത ഫ്രൈഡേ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ സാബത്ത്. ബിക്കോസ് പരീക്ഷന്മാര് പറയുന്നു ഇവര് ക്രൂശിൽ കിടന്നിട്ട് ചത്തില്ല എങ്കിൽ അത് സാബത്തിന് മോശമാണ്. ഹല്ലേലൂയ. സാബത്തിൽ ആരെ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് കള്ളന്മാരുടെ കാല് ഓടിക്കണമെന്ന് പറഞ്ഞു. ബിക്കോസ് ആ വെയിറ്റിൽ അവർ നിൽക്കുന്നത് കൊണ്ടാണ് അവർ മരിക്കാതെ കിടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കാലൊടിക്കാനുള്ള തീരുമാനം വന്നത്. കാലൊടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് താങ്ങില്ല, അവർ ജീവൻ കൊടുത്തു പോകും. സ്തോത്രം. സോ അവർ കാലൊടിക്കാൻ വന്നപ്പോഴത്തേന് യേശു ഓൾറെഡി മരിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് അവന്റെ ഒരു അസ്ഥിക പോലും ഒടിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിന് മുമ്പ് അവൻ ജീവൻ കൊടുത്തു. He himself laid him down. വചനം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം, for you and me. എന്റെ നിന്റെ പേർക്ക് അവൻ സ്വമനസ്സാലെ അവന് ജീവൻ നൽകിയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ട് പോനെ. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമടിമേലും കൊടുക്കണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസം, അന്ന് രാത്രിയിൽ അവർ തീയിൽ ചുട്ടതായ ഈ കുഞ്ഞാടിനെ തീയിൽ ചുട്ട് ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോട് കൂടെ അതിനെ തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിയിട്ടില്ലാത്ത പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. ശ്രദ്ധിക്കണമേ. സോ ദൈവവചനം അവിടെ പറയാണ് ഇത് പച്ചയായിട്ടോ അല്ലെങ്കിൽ പുഴുങ്ങിയതായിട്ടോ നിങ്ങൾ തിന്നരുത്. ഇത് തീയിൽ ചുട്ടതായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സോ പരിശുദ്ധാത്മാവ് നമ്മളോട് ദൂത് പറയുക, you have to feed on the finished work of Christ. ഹല്ലേലൂയ. യേശുവിന്റെ ജീവിതത്തെ കണ്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, യേശുവിന്റെ മരണത്തിൽ അതിനെ ബേസ് ചെയ്ത വെളിപ്പാടിന്റെ മേലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. യു ഹാവ് ടു ഫീഡ്. ദാറ്റ് ഇസ് വാട്ട്. ബിക്കോസ് ഇത് ഭക്ഷിച്ചതോടെ
നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 105:37. സങ്കീർത്തനം 105:37. പെട്ടെന്ന്. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ ശ്രദ്ധിക്കണമേ, അവരിത് ഭക്ഷിച്ച ശേഷം അന്ന് രാത്രിയിൽ അവരെന്നാ ചെയ്തു? വെള്ളിയോടും പൊന്നോടും കൂടെ പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. സോ ഈ പെസഹ കഴിച്ചതോടെ അവർ സമൃദ്ധിയിലേക്ക് വന്നു. ആമേൻ. വായിച്ചാട്ടെ അടുത്ത വാക്യം. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായില്ല. എല്ലാരും പറഞ്ഞാട്ടെ, ബലഹീനൻ. അതിന്റെ അർത്ഥം എന്തുവാ? ബലമില്ലാത്തവൻ ആരും ഉണ്ടായിരുന്നില്ല. കൂനി ആയിരുന്നവൻ അന്ന് കൂനി മാറി. ഹല്ലേലൂയ. രോഗം ബാധിച്ചവനാണ് സൗഖ്യമായെന്ന്. സ്തോത്രം. എന്ത് കഴിച്ചപ്പോളാ? പെസഹ അല്ല, അതിന് പ്രത്യേകത ഉണ്ട്. അത് തീയിൽ ചുട്ടതായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ ഈ 10 കമാൻഡ്മെന്റ്സിനകത്ത് കാണുന്ന പോലെ അല്ല, വടിയും കുത്തും കാലും ഉള്ള ഇതിലല്ല അവർ പോയത്. There was none feeble എന്ന വചനം പറയുന്നത്. There was none feeble. നമ്മൾ വചനം വിശ്വസിക്കോ മനുഷ്യരുടെ ആലോചനകൾ വിശ്വസിക്കോ? ആമേൻ. There is a difference. ഈ പെസഹ ഇതിലേക്ക് പങ്കെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം നമുക്കിന്ന് വെളിപ്പെടുത്തി തന്നത് ഈ അപ്പത്തിന്റെയും മീനിന്റെയും പ്രത്യേകതയാണ്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഈ അപ്പം നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ, it gives energy to this mortal body. ആമേൻ. ഈ ശരീരത്തിൽ അത് ശക്തിയായി വ്യാപരിക്കുമെന്ന്. സ്തോത്രം. കൂനുള്ളതെല്ലാം മാറിപ്പോകുമെന്ന്, ബലഹീനതകൾ മാറിപ്പോകുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. വായിച്ചാട്ടെ അടുത്ത വാക്യം. പുറപ്പാട് 12:12. കേട്ടനാട്ടെ, ആരെങ്കിലും എടുത്ത് വായിച്ചാട്ടെ. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തുകൂടി കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയും ഒക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. വായിച്ചാട്ടെ. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. സോ രക്തം അവര് കട്ടിളമേലും കുറുമ്പടിമേലും പരട്ടും. അത് എന്തെന്നല്ല കാണുന്നത് നിങ്ങള്? അതിനകത്തൊരു നിഴല് കാണുന്നുണ്ടോ? ഹല്ലേലൂയ. അതൊരു കുരിശ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാണുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. സോ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും ദൈവത്തിന്റെ മനസ്സിൽ അവന്റെ പുത്രന്റെ യാഗമായി. സ്തോത്രം. ഹല്ലേലൂയ. സോ ഇത് കുറുമ്പടിമേലും കട്ടളമേലും ഇത് പരട്ടണം. എന്നിട്ട് അടുത്ത വാക്യം, 13-ാം വാക്യം. നിങ്ങൾ പാർക്കുന്ന വീടുകളും അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ. ഞാൻ എന്ത് കാണുമ്പോഴാ? ഞാൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കാണുമ്പോഴാണോ? ഹല്ലേലൂയ. നിങ്ങൾ ദാനം കൊടുക്കുന്ന കാണുമ്പോഴാണോ? നോ. ഹല്ലേലൂയ. ഞാൻ രക്തം കാണുമ്പോൾ. ആര്? നമ്മൾ രക്തം കാണുമ്പോഴാണോ? ദൈവം രക്തം കാണുമ്പോൾ. സ്തോത്രം. ഹല്ലേലൂയ. അതിന് പ്രത്യേകതയുണ്ട്. നമ്മൾ വിചാരിക്കും, കർത്താവ് നമ്മളൊരു പരീക്ഷയ്ക്ക് പോകാൻ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ മുദ്രയിട്ട ഒരു 10 പ്രാവശ്യം നമ്മൾ അതിനെ പിന്നെയും പറയും. ബിക്കോസ് നമുക്ക് ഉറപ്പില്ല നമ്മുടെ രക്തത്തിൽ മുദ്ര ഇട്ടപ്പെട്ടതാണോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളല്ല രക്തത്തിന്റെ മഹത്വം കാണേണ്ടത്, ദൈവം കണ്ടാൽ മതി. When I see the blood. When I see the blood. Hallelujah. അവിടെ വചനം പറയുന്നു, and when I see the blood I will pass over you. Hallelujah. ഞാൻ കടന്നു പോകുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ടെ മോനെ. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്ത് ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായിരിക്കുക ഇല്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം നമുക്ക് വായിക്കേണ്ടത് 23-ാം വാക്യം. യഹോവ മിസ്രൈമിനെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടുമേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. ഇംഗ്ലീഷ്, മലയാളത്തിൽ പറയുന്നു, ഇംഗ്ലീഷിൽ വായിക്കുന്നു, the Lord will pass over the door. സ്തോത്രം. ഇത് ഡോർ ആണെങ്കിൽ ഹല്ലേലൂയ, യഹോവ രക്തം കാണുമ്പോൾ യഹോവ he will pass over the door. ഹല്ലേലൂയ. സോ പാസ് ഓവർ ചെയ്തു കഴിഞ്ഞാൽ എവിടാ? ഭവനത്തിന്റെ അകത്താ.
സ്തോത്രം. He is taking responsibility now. Hallelujah. സ്തോത്രം. ഈ ഭവനത്തെ ആരും തൊടില്ല. ബിക്കോസ് അടുത്ത വാക്യം വായിച്ചാട്ടെ. വാതിലൊഴിഞ്ഞ് കടന്നു പോകും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കും. ശ്രദ്ധിക്കണമേ, രണ്ട് വ്യക്തികൾ അവിടെ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവമല്ല സംഹാരകൻ എന്ന്. സ്തോത്രം. ആ മുകളിലത്തെ വചനത്തിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ പറഞ്ഞത്. ഹല്ലേലൂയ. സോ യേശു അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സംഹാരകൻ കടന്നു വരില്ല എന്ന്. സംഹാരകൻ അവിടെ തടഞ്ഞു നിർത്തുകയാണെന്ന്. സ്തോത്രം. സോ നിന്റെ ഹൃദയത്തിലേക്ക് യേശു കയറിയാൽ അതോടുകൂടെ നീ യേശുവിന്റെ രക്തത്താൽ മറക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ മേൽ സംഹാരകൻ ഇനിയും വരില്ല എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ യേശു ഉണ്ടോ? ആമേൻ. സ്തോത്രം. യേശു അകത്ത് കയറും. എപ്പോഴാ? രക്തം കണ്ട ദൈവം അകത്ത് കയറും. സ്തോത്രം. അവനോട് കൂടെ അവൻ വസിക്കുമെന്ന്. സ്തോത്രം. And he takes responsibility. Hallelujah. അവൻ പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഈ ഭവനം എന്റേതാ. ആമേൻ. ഈ ഭവനത്തിൽ ആർക്കും ഇനി പിന്നെ അവകാശമില്ല. സംഹാരകന് ഇതിന്റെ മേൽ, ഈ കുടുംബത്തിന് മേൽ അവകാശമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു വചനം ആദ്യം പറയുന്നത് ഒരു കുടുംബത്തിന് മൊത്തം ഒരു കുഞ്ഞാട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിന് വളരെ തെളിവുകളുണ്ട്. മോശയോട് നോവയോട് പറയുന്നു, നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നീ നിന്റെ കുടുംബവും പെട്ടകത്തിനകത്ത് കയറും. സ്തോത്രം. ജയിലറോട് പറയുന്നു, നീ രക്ഷ പ്രാപിച്ച നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. That doesn't mean that അവർ യേശുവിനെ കൈക്കൊള്ളണം എന്നല്ല. അവർ യേശുവിനെ കൈക്കൊള്ളണം. പക്ഷെ ആ കുടുംബത്തിന് ഒരാൾ മുഖാന്തരം അനുഗ്രഹം വന്ന ഭവനത്തിന്. സ്തോത്രം. ഹല്ലേലൂയ. സോ ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരും ദൈവം ഓരോ ഭവനങ്ങളിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കുക. നമ്മൾ മുഖാന്തരം ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുക. നമ്മൾക്ക് അറിയില്ലായിരിക്കും. സ്തോത്രം. പക്ഷെ നമ്മൾ മുഖാന്തരം ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുക. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പറയുന്നു, because the husband is sanctified, the unsanctified is also blessed. ഹല്ലേലൂയ. അതായത് പുരുഷൻ വിശുദ്ധീകരിക്കപ്പെട്ടതായതുകൊണ്ട് വിശ്വസിക്കാത്ത ഭാര്യയും അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന്, അവരുടെ മക്കളും അത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് വെറുതെ അല്ല ദൈവവചനം പറയുന്നത്. സ്തോത്രം. But they have to accept Christ. അത് വേറെ കാര്യം. But അനുഗ്രഹം അവരുടെ മേൽ വരും. Hallelujah. Goodness of the Lord leads us to repentance. സ്തോത്രം. സോ അനുഗ്രഹിക്കും തോറും അത് കഴിക്കും തോറും നമ്മുടെ ഹൃദയത്തിൽ മാനസാന്തരം വരും. ഹല്ലേലൂയ. കർത്താവേ, നീ എത്രമാത്രം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇത് കൈക്കൊള്ളുവാൻ ഞാൻ എന്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കഥ പറഞ്ഞേച്ച് നമുക്ക് വേറെ ഭാഗത്തിലേക്ക് പോകാം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ 2 കുടുംബങ്ങളെ നമുക്ക് എടുക്കാം. ഇവിടെ പ്രത്യേകതയുണ്ട്. 2 കുടുംബങ്ങൾ അന്ന് രാത്രിയിൽ ഈ മോശ പറഞ്ഞു, ഈ രാത്രിയിൽ രക്തം പൂശണം. സോ രക്തം കണ്ടാൽ ദൈവം മാറിപ്പോവും, അല്ലെ സംഹാരകൻ കയറി ആദിജാതനെ കൊണ്ടുപോകുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഈ 2 ഭവനത്തിലും ഒരു 10-15-20 വയസ്സുള്ള ഒരു 2 അമ്പിളാറുണ്ടെന്നിരിക്കെ, ആദിജാതൻസ്. ഹല്ലേലൂയ. സ്തോത്രം. സോ ആദ്യത്തെ കുടുംബത്തിൽ മകന് വെപ്രാളമായി, ഇന്ന് രാത്രി മരിക്കുക. സ്തോത്രം. സോ അപ്പനോട് മകൻ ചോദിക്കുക, അപ്പ പൂശിയോ, രക്തം പൂശിയോ? അപ്പം പറഞ്ഞു, അപ്പൻ മോശ പറയുന്ന വാക്കുകൾക്കൊന്നും വില കൊടുക്കാത്ത ആളാണ്. സ്തോത്രം. ഹല്ലേലൂയ. സോ അപ്പൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ പൂശിയിട്ടുണ്ട്. പക്ഷെ അപ്പൻ പൂശിയില്ല. അവൻ വെപ്രാളം ഉണ്ടായിരുന്നെങ്കിൽ അപ്പന്റെ വാക്കിന് അവൻ വില കൊടുത്തേച്ച് അവൻ പറഞ്ഞു, ഓക്കെ, ഇനി സമാധാനം പോയി കിടന്നുറങ്ങാം. സ്തോത്രം. അവൻ കിടന്നുറങ്ങി. മറ്റേ ഭവനത്തിലേക്ക് നമുക്ക് പോവാം. ആ ഭവനത്തിൽ അവിടെ ഒരു 15 വയസ്സുള്ള ഒരു ആദിജാതനുണ്ട്. സോ അപ്പനോട് ചോദിച്ചു, അപ്പ രക്തം പൂശിയോ? ഞാൻ പൂശിയിട്ടുണ്ട് അപ്പ, ഞാൻ പൂശിയിട്ടുണ്ട്. അപ്പം പറഞ്ഞിട്ടും അവന് വെപ്രാളമാ, അവന് പേടി മാറുന്നില്ല. അപ്പ ഞാനിത് 3-4-ാമത്തെ പ്രാവശ്യം ഇപ്പോഴും മുള്ളിക്കൊണ്ടിരിക്കുക. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പേടി കാരണം മുള്ളിപ്പോവുക. സ്തോത്രം. ഹല്ലേലൂയ. അവൻ രാത്രി മുഴുവൻ വെപ്രാളപ്പെട്ടിരുന്നു. പക്ഷെ അവരുടെ വീടിന്റെ മുകളിൽ രക്തം പൂശി. സ്തോത്രം. സംഹാരകൻ കടന്നുപോയി. ഈ വീട്ടിലെ ആദിജാതൻ മരിച്ചുപോയി. എന്നാൽ ഈ വീട്ടിലെ ആദിജാതൻ മരിച്ചില്ല. ഈ വീട്ടിലെ ആദിജാതൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. ഇവൻ സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടേ ഇല്ല. അവൻ ഇരുന്ന് രാത്രി വെളുപ്പിച്ചു. സ്തോത്രം.
ഹല്ലേലൂയ. ഇവിടെ മരിച്ചവൻ എന്ത് കേട്ടിട്ടാ മരിച്ചേ? നല്ല വാക്കുകൾ കേട്ട്. അതായത് യേശുവിന്റെ രക്തം അവനെ സംഹാരകൻ യേശുവിന്റെ രക്തം പൂശിയത് കൊണ്ട് സംഹാരകൻ കേറില്ലെന്നുള്ള വാർത്ത കേട്ടിട്ട് അവൻ മരിച്ചു. ഹല്ലേലൂയ. പക്ഷെ പൂശിയിരുന്നോ? ഇല്ല. അതുകൊണ്ട് അവന് രക്ഷ വന്നോ? അവന് രക്ഷ വന്നില്ല. സ്തോത്രം. എന്നാൽ ഈ വീട്ടിൽ രക്തം പൂശി, അതുകൊണ്ട് അവൻ പിറ്റേ ദിവസം രാവിലെ അവൻ കണ്ടു, അവൻ ജീവനോടെ ഇരുന്നു. എന്നാൽ അവൻ അതിൽ നിന്ന് സമാധാനം കിട്ടിയോ? ഇല്ല. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അതായത് നമ്മുടെ സുരക്ഷിതത്വം യേശുവിന്റെ ചുമതലയാണ്, നമ്മുടെ ചുമതലയല്ല. പക്ഷെ അഷ്വറൻസ് ആൻഡ് പീസ്, സമാധാനവും സ്വസ്ഥതയും അവന്റെ വാക്കിൽ വിശ്വസിക്കുമ്പോൾ. മനസ്സിലാവുന്നോടാ ഞാൻ പറയുന്നത്? ഈ അപ്പൻ മോശ പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ വിശ്വസിച്ചു. മോശ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു. സ്തോത്രം. അതുകൊണ്ട് മോശ പറഞ്ഞതുപോലെ രക്തം പൂശി. പക്ഷെ ഈ വ്യക്തി, ഈ അപ്പൻ അത് ചെയ്തില്ല. ബിക്കോസ് മോശ പറയുന്ന കാര്യങ്ങൾക്ക് വില കൊടുത്തില്ല. പക്ഷെ രക്ഷ വന്നു, അവൻ സമാധാനം അനുഭവിച്ചില്ല. കാരണം എന്നാ? അവൻ ആ വചനത്തിൽ വിശ്വസിച്ചില്ല. സ്തോത്രം. ദൈവം വിടുവിക്കുമെന്ന് അവൻ വിശ്വസിച്ചില്ല. സ്തോത്രം. ഓക്കെ, തിരിഞ്ഞു വരാം. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി തരുന്നത്. യേശുവിന്റെ രക്തത്തിൽ നമ്മൾ ആശ്രയിക്കണം. നമ്മളല്ല യേശുവിന്റെ രക്തം നോക്കുന്നത്, ദൈവമാണ് നമ്മളുടെ മേൽ യേശുവിന്റെ രക്തം നോക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ അവൻ പറയുന്നത് നമ്മള് വിശ്വസിക്കണം. ആമേൻ, സ്തോത്രം. അടുത്ത എക്സൈറ്റിംഗ് പാർട്ടിലേക്ക് ഞാൻ കടന്നു പോവുക. ഒരു 2-3 വാക്യം കൂടെ വായിക്കാം. സ്തോത്രം. നമുക്ക് വേണ്ടി ദൈവം, യേശു യാഗമായി തീർന്നു. എന്തിനു വേണ്ടി? നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി. ഓക്കെ, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് എന്തിനു വേണ്ടിയിട്ടാ? എന്ത് കാരണത്താലാണ് യേശുവിനെ ദൈവം ഉയർപ്പിച്ചത്? ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഉത്തരമുണ്ടോ? ഇതൊന്ന് നിർത്തിയാ മതി എന്നുള്ള മനഃഭാവമാണ്. ഹല്ലേലൂയ. എന്ത് കാരണത്താലാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്? റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം വായിച്ചാട്ടെ. റോമർ 4:24. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കൊരു വെളിപ്പാടായിരുന്നു, നിങ്ങൾക്കൊരു വെളിപ്പാടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ആരെ ഏൽപ്പിച്ചു? യേശുവിനെ ഏൽപ്പിച്ചു. നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മളുടെ അതിക്രമങ്ങൾക്കായിട്ടാണ് അവൻ മരിച്ചത്, എന്നാൽ നമ്മളെ നീതീകരിക്കാനായിട്ടാണ് യേശുവിനെ ഉയർപ്പിച്ചതെന്ന്. സ്തോത്രം, മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു കഥയും കൂടെ പറയാനാണ്. നമ്മള് രാജാക്കന്മാർ വാഴുന്ന സ്ഥലങ്ങൾ നമുക്കൊന്ന് പോവാം. ലൈക്ക് മിഡിൽ ഈസ്റ്റ്, അവിടെ രാജാക്കന്മാരാണ് വാഴുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അവിടെ ഒരാൾ പോകുന്ന വെച്ച് നമ്മൾ അവിടെ ചെന്ന് ഒരു മേജർ റൂൾ, അവിടുത്തെ ഒരു നിയമം ലംഘിച്ചു. സോ ആ ലംഘിച്ചത് കൊണ്ട് അവിടുത്തെ നിയമം പറയുന്നത് നീ മിനിമം 3 മാസമെങ്കിലും ജയിലിൽ കിടക്കണം. സ്തോത്രം, ഹല്ലേലൂയ. സോ ഇവൻ അപ്പീൽ ചെയ്യാൻ പോയി കിങ്ങിന്റെ അടുത്ത്, രാജാവിന്റെ അടുത്ത് അപ്പീൽ ചെയ്യാൻ പോയി. രാജാവിന്റെ അടുത്ത് അപ്പീൽ ചെയ്യാൻ ചെന്നപ്പോ രാജാവ് പറയാ, നിയമമാ, എനിക്കത് മാറ്റാൻ പറ്റില്ല. ഞാനത് മാറ്റിക്കഴിഞ്ഞാൽ, ആ നിയമം ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ ജനം എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ജനം എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഞാൻ നിനക്ക് വേണ്ടി നിയമം മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും വേണ്ടി നിയമം മാറ്റണം. That means I am lowering my standard. I cannot do that. But I will give you an option. നിനക്ക് വേണ്ടി വേറൊരാൾ ഈ 3 മാസം ജയിലിൽ കിടന്നാൽ I will leave you free. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവകൃപയാൽ നമ്മൾ ഒരാളെ കണ്ടെത്തി. സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരാള് നമുക്ക് വേണ്ടി ജയിലിൽ കിടക്കാൻ പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, അങ്ങനെ 3 മാസത്തോളം കഴിഞ്ഞു. നമുക്ക് എന്തുമാത്രം ഉറപ്പുണ്ട് നമ്മുടെ ശിക്ഷ പേ ചെയ്തെന്ന്? നമുക്ക് എപ്പോഴാ ഉറപ്പ് വരുന്നത്? അവൻ പുറത്തിറങ്ങി വരുമ്പോൾ നമുക്കറിയാം എന്റെ ശിക്ഷ കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ
ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കുന്നു. ഹല്ലേലൂയ. അവിടെ എന്തോ കാണുന്നതെന്ന് അറിയാമോ? The empty tomb. ഹല്ലേലൂയ. ഏബൽ വായിച്ചത് ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം 1-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചോട്ടെ മോനെ അവിടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചോട്ടെ. ലൂക്കോസ് 24:1. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല എന്ന്. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് വെച്ചാൽ അവന് ജീവനോടെ ഇറങ്ങി വന്നുവെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചവൻ ഇന്ന് ജീവനോടെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് എന്റെ ശിക്ഷയ്ക്ക് പൂർണ്ണ പരിഹാരമായെന്ന്. സ്തോത്രം. ബിക്കോസ് ഹല്ലേലൂയ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച എന്തിനാ? For my justification. Praise God. Just as if you haven't sinned. നീ പാപം ചെയ്തിട്ടില്ല എന്ന് കണക്ക് വരും പോലെ അവനെ നീ കണ്ടതുകൊണ്ട് ഇന്ന് നിനക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നത്. So that എനിക്ക് നിനക്ക് ഇന്ന് ഉറപ്പാ. It has been paid. It has been paid. Hallelujah. നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായെന്ന്. സ്തോത്രം. സ്തോത്രം. ആമീൻ. ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ച വാക്യം ഏതായിരുന്നു? 1 കൊരിന്ത്യർ 5:7. ഒന്നുകൂടെ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 5:7. നിങ്ങൾ പുളിപ്പില്ലാത്തവരായി ഇരിപ്പാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന്. സ്തോത്രം. പുതിയ പിണ്ഡം എങ്ങനായത്? നിനക്കൊരു പുതിയ ഹൃദയം തന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമീൻ. നമ്മൾ ഓരോരുത്തരും ഇന്ന് പുതിയ ഹൃദയം പ്രാപിച്ചവരാ. അതുകൊണ്ടാണ് നമ്മൾ പുളിപ്പില്ലാത്തവരായിരിക്കുന്നത്. സ്തോത്രം. Because my sins were paid. സ്തോത്രം. ഇന്ന് യേശു ജീവനോടെ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഇടയിൽ ഉലാവുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് ഉറപ്പുണ്ട്. It has been paid. സ്തോത്രം. ഞാൻ ഇന്ന് പാപമില്ലാത്തവനാണ് അവന്റെ സന്നിധിയിൽ നിൽക്കുന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന്? എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു. സ്തോത്രം. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? It has been paid. Hallelujah. The past, the present and the future. Hallelujah. യേശുവിന്റെ രണ്ട് സൈഡ് ഓരോ കുരിശ് വെച്ചുണ്ടായിരുന്നു. സ്തോത്രം. It signifies his past, the present and the future. Praise God. Hallelujah. ഒരു ഇടത്തേക്കാട് സൈഡിൽ കിടന്നവൻ പറഞ്ഞു, നീ കൊള്ളരുതാത്തവനാ. ഹല്ലേലൂയ. നീ ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ. He was living in the past. ഹല്ലേലൂയ. ഇപ്പുറത്തവൻ പറഞ്ഞു, സിംഹാസനത്തിൽ വരുമ്പോൾ എന്നെ കൂട്ടണമെന്ന്. He was looking into the future and Jesus was dying at the present. The past, the present and the future was completely paid. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇത് പ്രാപിച്ചാൽ ഹെബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 13-ാം വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഹെബ്രായർ 9:13. 9:12 മുതൽ വായിച്ചാൽ. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലുമല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞാട്ടെ, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. എറ്റേണൽ റിഡംഷൻ. റിഡംഷൻ എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. എഫേസ്യർക്ക് ലേഖനം 1:7, കൊലോസ്യർ 1:13. പെട്ടെന്ന് എടുത്താട്ടെ. എഫേസ്യർ 1:7, കൊലോസ്യർ 1:12-13. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരായി. എഫേസ്യർ 1:7. എഫേസ്യർ 1:7. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന ദൈവവചനം വ്യാഖ്യാനിക്കുന്നു. വീണ്ടെടുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? അതിക്രമങ്ങളുടെ മോചനം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? കൊലോസ്യർ 1:13-14 നമ്മെ പ്രാപ്തരാക്കുകയും
നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. സോ വീണ്ടെടുപ്പിന്റെ അർത്ഥം എന്തുവാ? ഇപ്പം പാപമോചനം ഉണ്ടെന്ന്. സ്തോത്രം. നമുക്ക് തിരിച്ചു പോകാം. ഹെബ്രായർ 9:13. We have what? We have eternal redemption. Redemption എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പിന്റെ അർത്ഥം എന്താ? Forgiveness of sins. We have eternal forgiveness of sins. സ്തോത്രം, ഹല്ലേലൂയ. എന്നേക്കുമായിട്ട് നമ്മളോട് ക്ഷമിച്ചുവെന്ന് ഒരൊറ്റ കാരണം, അവന്റെ രക്തം. ആമേൻ. അവന്റെ രക്തം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഈ ലോകത്തിൽ ജനിക്കാൻ ഇരിക്കുന്നതും മരിച്ചുപോയവരുടെ എല്ലാവരുടെയും പാപം ഒരു സ്കെയിലിൽ ഒരു സൈഡിൽ വെച്ചാൽ ഒരു തുള്ളി രക്തം മതി അത് മൊത്തത്തോടെ താഴോട്ട് പോകാൻ. ഹല്ലേലൂയ, യേശുവിന്റെ ഒരു തുള്ളി രക്തം മതി. സ്തോത്രം. ഇറ്റ് വാസ് an overpayment for us. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എക്സോഡസിനകത്ത് വായിച്ചത്, പുറപ്പാട് പുസ്തകത്തിനകത്ത് വായിച്ചത്, ഒരു കുടുംബത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ആൾക്കാരും കൂട്ടാൻ. ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ മതി നമുക്ക് ധാരാളമാണ്. സ്തോത്രം.